ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം റോഷ്നി. ഇന്ന് നമുക്ക് നാടൻ രുചിക്കൂട്ടിലെ സ്പെഷ്യൽ ഐറ്റമായ കുട്ടനാടൻ മാങ്ങയിട്ട ചെമ്മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീനാണ്. ഇത് വളരെ വൃത്തിയായി കഴുകി അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി പുരട്ടി അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 1 ടീസ്പൂൺ ഉലുവ, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ സവോള, കറിവേപ്പില, 1 കപ്പ് തേങ്ങ. ഇതിൽ ഉലുവ ഞാൻ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. ആ പച്ചമുളക് നെടുകെ കീറി 2ആയിട്ട് മുറിച്ചെടുക്കണം. ഇഞ്ചി ചെറുതായിട്ട് അരിയുക, വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുക. സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളിയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. നമുക്കിവിടെ കുഞ്ഞുള്ളി കിട്ടാനില്ലാത്തത് കാരണമാണ് സവോള എടുത്തിരിക്കുന്നത്. കുഞ്ഞുള്ളിയാണെങ്കിൽ 7 8 കുഞ്ഞുള്ളി എടുത്ത് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ്. അത് മാങ്ങയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഏകദേശം വലിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്തതായതുകൊണ്ട് ഒരു മാങ്ങ മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത്രയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഈ പൊടികളും നേരത്തെ തിരുമ്മി വെച്ചിരുന്ന തേങ്ങയും കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്തുകൊണ്ട് ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടായി കഴിയുമ്പം അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉലുവ അതിലേക്ക് ഇടുക. ഉലുവ നന്നായി ചൂടായി മൂത്ത് വരുമ്പം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതിനോടൊപ്പം ലേശം കറിവേപ്പില എന്നിവയും കൂടെ ഇട്ട് നന്നായി ഇളക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായി വഴറ്റുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇടാം. നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. സവോള നന്നായി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കുക. അടുത്തതായി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർക്കുക. ചെമ്മീനും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ അരപ്പിനോടൊപ്പം ഉപ്പ് ചേർത്തതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കാണും. അതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് ചെമ്മീനിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പാകത്തിനുള്ള ഉപ്പാണ്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് ഒരു മൂടി കൊണ്ട് അടച്ച് വേവിക്കാൻ വയ്ക്കാം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെച്ച് നന്നായി വേവിച്ച് എടുക്കാം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റോളം ആയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായി തിള വരാൻ തുടങ്ങും. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങയിട്ട ചെമ്മീൻ വളരെ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം 20 മിനിറ്റോളം വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റോളമായി നമ്മുടെ മാങ്ങയിട്ട ചെമ്മീൻ തിളയ്ക്കുവാൻ തുടങ്ങിയിട്ട് നമുക്കിനി അതിൻ്റെ മൂടി മാറ്റി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു കറിവേപ്പിലയുടെ കതുപ്പും കൂടി വെച്ച് അടപ്പ് കൊണ്ട് മൂടി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ സ്വാദിഷ്ടമായ മാങ്ങയിട്ട ചെമ്മീൻ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.